KSRTC ഡിപ്പോകളെ മാലിന്യമുക്തമാക്കുന്നതിന്റെ ഭാഗമായി കോതമംഗലം ഡിപ്പോയിൽ മട്ടുപ്പാവ് കൃഷി ആരംഭിച്ചു. നിർമ്മാണം പൂർത്തിയാക്കിയ പുതിയ ടെർമിനലിന്റെ മുകളിലാണ് കൃഷി നടത്തുന്നത്. കോതമംഗലം KSRTC ഡിപ്പോയിൽ പുതുപ്പാടി സ്കൂളിലെ അധ്യാപകരുടെയും NSS, സ്കൗട്ട് ആൻഡ് ഗൈഡ് വിദ്യാർത്ഥികളുടെയും സഹകരണത്തോടുകൂടിയാണ് ഫലപ്രദമായ രീതിയിൽ മട്ടുപ്പാവ് കൃഷി ആരംഭിച്ചിട്ടുള്ളത്. ഡിപ്പോയും പരിസരവും മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഈ പദ്ധതി. കൃത്യമായി നട്ടുനനച്ച് പരിപാലിക്കുന്നതിന് KSRTC ജീവനക്കാരുടെ വലിയ പിന്തുണയും ഇതിനുണ്ട്. അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ J. നിജാമുദ്ദീൻ, ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ അനസ് ഇബ്രാഹിം, സൂപ്രണ്ട് വിജി ജോസ്, മാലിന്യമുക്ത കോർഡിനേറ്റർ പ്രീത് സി പോൾ, അസിസ്റ്റന്റ് ഡിപ്പോ എഞ്ചിനീയർ ജോൺസൺ, വെഹിക്കിൾ സൂപ്പർവൈസർ രമേശ്, മഞ്ജു സോമൻ, സുനി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് കൃഷിയുടെ പരിപാലനം. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ KB ഗണേഷ് കുമാർ അവറുകളുടെയും കോതമംഗലം MLA ശ്രീ ആന്റണി ജോൺ അവറുകളുടെയും KSRTC CMD ശ്രീ പ്രമോദ് ശങ്കർ സാറിൻ്റെയും മാലിന്യമുക്ത കോർഡിനേറ്റർമാരായ ജാൻസി മേഡത്തിൻ്റെയും ശശികല മേഡത്തിൻ്റെയും നിർദ്ദേശപ്രകാരമാണ് നമ്മൾ മട്ടുപ്പാവ് കൃഷി എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് പോയത്. ഈ പറഞ്ഞ മാലിന്യങ്ങൾ കൂടിക്കിടക്കുന്ന സ്ഥലങ്ങൾ വൃത്തിയാക്കി അവിടെ ഫലവൃക്ഷങ്ങളും അതുപോലെ സസ്യങ്ങളും പച്ചക്കറികൾ നടുക എന്നുള്ള ഇതാണ് ഒരു സിസ്റ്റമാണ് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് വലിയ രീതിയിൽ ഞങ്ങളുടെ ജീവനക്കാരിൽ നിന്ന് നല്ലൊരു സപ്പോർട്ടാണ് കിട്ടുന്നത്. പരിമിതമായ സൗകര്യങ്ങളിൽ ഞങ്ങൾ ഈ പറഞ്ഞ ഞങ്ങളുടെ സമയങ്ങളെല്ലാം ക്രമീകരിച്ച് ഈ പച്ചക്കറികൾ നട്ടുവരുന്നു. ഞങ്ങൾക്ക് നല്ല സ്പോൺസേഴ്സ് കിട്ടിയാൽ ഞങ്ങൾ ഈ പദ്ധതി വിപുലീകരിക്കാനാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിന് എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾ തേടുന്നു. കൂടുതൽ സ്പോൺസർമാരെ കണ്ടെത്തി പദ്ധതി വിപുലീകരിക്കുക എന്നതാണ് ഇവരുടെ അടുത്ത ലക്ഷ്യം. ന്യൂസ് ഡെസ്ക് Media 60 കോതമംഗലം.